ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഴശ്ശി രാജയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ PSC പരീക്ഷകളിലും പഴശ്ശി രാജ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്ന് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ പഴശ്ശി രാജയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പല ബുക്കുകളിൽ നിന്നും റെഫർ ചെയ്തെടുത്ത നോട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പഴശ്ശി രാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ്? അത് കോട്ടയം രാജവംശമാണ്. കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ 1793 1805 കാലഘട്ടം രണ്ട് യുദ്ധ കാലഘട്ടമാണ്. ഒന്നാം പഴശ്ശി യുദ്ധം, രണ്ടാം പഴശ്ശി യുദ്ധം എന്നിങ്ങനെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിക്കും. ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി യുദ്ധമായിരുന്നു. പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും പഴശ്ശി രാജാവിനെ വിളിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് രേഖകളിൽ നമ്മുടെ പഴശ്ശി രാജാവിനെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നുമാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. പൈച്ചി രാജ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജാവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് അല്ലേ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ തിരിയാനുള്ള കാരണം എന്താണ്? പ്രധാനമായ കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശി രാജാവിൽ നിന്നും ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ വയനാടിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളും വളരെ പ്രധാനമാണ്. എന്തിന്? ഒന്നാം പഴശ്ശി യുദ്ധത്തിനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് തന്നെ പറയാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ തിരിയാനുണ്ടായ കാരണം. അപ്പോൾ ഇനി നമ്മൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വർഷം പഠിക്കണേ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. പഴശ്ശി രാജ ടിപ്പുവിനെതിരായ യുദ്ധങ്ങളിൽ ഇംഗ്ലീഷുകാരെ സഹായിച്ചിരുന്നു. എന്നാൽ ടിപ്പു പിൻവാങ്ങിയപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പഴശ്ശിയെ അവഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് 1793 കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ നടപടികളെ പഴശ്ശി രാജ എതിർത്തു. കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും അദ്ദേഹം നിർത്തിവെപ്പിച്ചു. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്തായിരുന്നു? അപ്പോൾ പഴശ്ശി രാജ ടിപ്പുവിനെതിരെ യുദ്ധങ്ങളിൽ ഇംഗ്ലീഷുകാരെ സഹായിച്ചിരുന്നു. പക്ഷെ എന്താ, ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ട് പിൻവാങ്ങി അല്ലേ. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പഴശ്ശിയെ അവഗണിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പഴശ്ശി രാജയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകുന്നു. അപ്പോൾ കോട്ടയം പ്രദേശം നികുതി പിരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? പഴശ്ശി രാജാവായിരുന്നു അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് 1793 കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുത്തു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഴശ്ശി രാജാവ് കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും, അതായത് എല്ലാ നികുതി പിരിവും അദ്ദേഹം നിർത്തിവെപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കമ്മീഷണർമാർ പഴശ്ശി രാജാവിനെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് കുറുമ്പനാട്ട് രാജാവിന് പാട്ടം 5 വർഷത്തേക്ക് പുതുക്കി കൊടുത്തു. അപ്പോൾ പഴശ്ശി രാജ ഈ കുറുമ്പനാട്ട് രാജാവിനെ നികുതി പിരിക്കാൻ അനുവാദം കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം നികുതി പിരിവുകളെല്ലാം നിർത്തിവെപ്പിച്ചു. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വീണ്ടും ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് ഈ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് പാട്ടം 5 കോട്ടയം പ്രദേശത്തിൻ്റെ പാട്ടം 5 വർഷത്തേക്ക് വീണ്ടും പുതുക്കി കൊടുത്തു. ഇതിൻ്റെ ഫലമായി പ്രക്ഷോഭങ്ങൾ ശക്തമായി. 1795 ജൂൺ 28
പഴശ്ശി രാജാവ് എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു. അപ്പോൾ പഴശ്ശിരാജ എന്ത് ചെയ്തു? ഇതൊന്നും ഇവിടെ വില പോകില്ല എന്ന രീതിയിൽ 1795 ജൂൺ 28 എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. 1795 ഏപ്രിലിൽ ലഫ്റ്റനന്റ് ഗോർഡന്റെ കീഴിൽ ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പഴശ്ശീനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പഴശ്ശി രാജാവ് കൊട്ടാരത്തിൽ നിന്നും മാറി വയനാടൻ മലകളിലേക്ക് പിന്മാറുന്നു. അപ്പോൾ പഴശ്ശി രാജാവിനെ ഇവർ പിടിക്കാൻ ശ്രമിക്കുന്നു കൊട്ടാരത്തിൽ വെച്ച്. പക്ഷേ പഴശ്ശി എന്ത് ചെയ്യുന്നു? തന്ത്രപരമായി അവിടെ നിന്നും വയനാടൻ മലനിരകളിലേക്ക് മാറുന്നു. ജനങ്ങളെ പഴശ്ശി രാജാവുമായി സഹകരിക്കുന്നതിൽ നിന്നും നിരോധിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് കമ്മീഷണർമാർ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. അപ്പം പഴശ്ശി രാജാവ് ഇവർക്ക് എതിരായി ജനങ്ങളെയും അദ്ദേഹം ഇവർക്കെതിരെ തിരിക്കുന്നു. ഇവർ പഴശ്ശിരാജയെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങി. അപ്പോൾ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? പഴശ്ശി രാജാവുമായി ജനങ്ങൾ സഹകരിക്കുന്നതിൽ നിന്നും ബ്രിട്ടീഷുകാർ ഇവരെ വിലക്കുന്നു. അതിനിവരൊരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി 1795 ഡിസംബർ 18. അപ്പോൾ 1797 മാർച്ചിൽ കേണൽ ഡോവിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തി. മാർച്ച് 9 മുതൽ തുടർച്ചയായി 3 ദിവസം നടന്ന യുദ്ധത്തിൽ സൈന്യത്തിന് പരാജയം നേരിടേണ്ടി വന്നു. അപ്പോൾ ഈ വയനാടൻ മലനിരകളിലേക്ക് പഴശ്ശി രാജാവ് മാറിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 1795 ഡിസംബർ 18 ഇവരൊരു വിളംബരം പുറപ്പെടുവിച്ചു. പഴശ്ശിരാജയുമായി ജനങ്ങൾ സഹകരിക്കരുത് എന്നുള്ള രീതിയിൽ. 1797 മാർച്ച് ആയപ്പോൾ കേണൽ ഡോവിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തുന്നു പഴശ്ശിയെ പിടിക്കാനായിട്ട്. പക്ഷെ മാർച്ച് 9 മുതൽ തുടർച്ചയായി 3 ദിവസം ഇവർ യുദ്ധം ചെയ്തെങ്കിലും സൈന്യം പരാജയം നേരിടേണ്ടി വന്നു. ലഫ്റ്റനന്റ് മീലിയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും കേണൽ ഡോവിൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. അപ്പോൾ കേണൽ ഡോവിനെ സഹായിക്കാനാണ് ലഫ്റ്റനന്റ് മീലിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സൈന്യവും ഉണ്ടായിരുന്നു. 1797 മാർച്ച് 18 മേജർ കാമറൂണിൻ്റെ കീഴിൽ പെരിയ ചുരം വഴി കടന്നു പോവുകയായിരുന്ന 1100 പേരടങ്ങിയ ഒരു സൈന്യത്തെ പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി. അപ്പോൾ 1797 മാർച്ച് 18 മേജർ കാമറൂണിൻ്റെ കീഴിൽ പെരിയ ചുരം വഴി കടന്നുപോയ 1100 പേരടങ്ങിയ സൈന്യത്തെ പഴശ്ശി പട്ടാളം അല്ലെങ്കിൽ പഴശ്ശിയുടെ സഹായികൾ നിഷ്പ്രഭമാക്കുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് കണ്ണൂരിലെ പുരളിമല. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? അത് പുരളിമലയാണ്. കണ്ണൂർ ജില്ലയിലാണ് പുരളിമല. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. അപ്പോൾ പഴശ്ശി വിപ്ലവം ഈ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നപ്പോൾ സൈന്യം പരാജയപ്പെട്ടു തുടങ്ങിയല്ലേ. അപ്പോൾ ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് ഇടനിലക്കാരനായിട്ട് നിന്നത് ആരായിരുന്നു? അത് ചിറക്കൽ രാജാവായിരുന്നു. ബോംബെ ഗവർണറായ ജോനാഥൻ ഡങ്കൻ പഴശ്ശി രാജാവുമായി സന്ധിയിലേർപ്പെട്ടു. അപ്പോൾ ബോംബെ ഗവർണർ ആരായിരുന്നു? ജോനാഥൻ ഡങ്കൻ. അദ്ദേഹം പഴശ്ശി രാജാവുമായി ഒരു സന്ധിയിലേർപ്പെട്ടു. ഇതിന് ഇടനിലക്കാരനായത് ആരായിരുന്നു? അത് ചിറക്കൽ രാജാവായിരുന്നു. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800-1805 ആണ്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800-1805. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം 1799 ശ്രീരംഗപട്ടണത്തിൻ്റെ പതനത്തെ തുടർന്ന്
ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. മറ്റേതെന്തായിരുന്നു? വയനാട് പിടിക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാൻ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിനെ ഏൽപ്പിച്ചതുമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? വയനാട് ബ്രിട്ടീഷുകാർ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാന കാരണമായി പറയുന്നത്. പഴശ്ശി രാജാവ് വയനാട് സ്വന്തം ജില്ലയാണെന്ന് അവകാശപ്പെടുകയും വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തെ എതിർക്കുകയും ചെയ്യുന്നു. പഴശ്ശി കലാപത്തെ നേരിടാനായി മലബാറിലെയും തെക്കൻ കാനറായിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വസൈന്യാധിപനായി 1800 നിയമിതനായത് സർ ആർതർ വെല്ലസ്ലി ആണ്. അപ്പോൾ പഴശ്ശിയെ ഒതുക്കാൻ വേണ്ടി ആരെ ഇറക്കുന്നു? ആർതർ വെല്ലസ്ലിയെ ഇറക്കുന്നു. രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി കേണൽ വെല്ലസ്ലി ആസൂത്രണം ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ എന്നിവരായിരുന്നു. ഇവരൊക്കെ നേതാക്കളായിരുന്നു അല്ലേ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. വയനാട് ജില്ലയിലാണ് പനമരം എന്ന് പറയുന്നത്. പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കൈതേരി അമ്പു നായരായിരുന്നു പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ. അപ്പോൾ ആരായിരുന്നു പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ? കൈതേരി അമ്പു നായരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി ഗൊറില്ല യുദ്ധതന്ത്രം ആവിഷ്കരിച്ചു. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ സ്വീകരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധതന്ത്രം, അതായത് ഒളിപ്പോര്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നു. അപ്പോൾ പനമരം കോട്ട പിടിച്ചെടുത്തത് എന്നാണ്? 1802 ആരുടെ നേതൃത്വത്തിലായിരുന്നു? എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്നിട്ടായിരുന്നു. തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അഥവാ തലശ്ശേരിയിലെ സബ് കളക്ടർ. TH ബേബർ എന്നും പറയും. തോമസ് ഹാർവി ബേബർ ആയിരുന്നു ഈ പഴശ്ശി യുദ്ധ സമയത്തെ മലബാർ തലശ്ശേരിയിലെ സബ് കളക്ടർ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയായിരുന്നു കോൽക്കർ. എന്താണ് സേനയുടെ പേര്? കോൽക്കർ. 1805 നവംബർ 30 പഴശ്ശിരാജ മരണമടഞ്ഞു. അപ്പോൾ പഴശ്ശിരാജ എന്ന മരണമടഞ്ഞ് 1805 നവംബർ 30. വയനാട്ടിൽ എത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീവൻസൺ ആയിരുന്നു. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷമാണ് 1801 നവംബർ. ലഫ്റ്റനന്റ് എഡ്വേർഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണവത്ത് ശങ്കരനെ തൂക്കിലേറ്റിയത്. 1802 ജനുവരിയിൽ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടറായിരുന്നു മേജർ മക്ലോയിഡ്. ഈ മക്ലോയിഡ് എന്തിനാണ് മലബാറിനെ നിരായുധീകരിച്ചതെന്ന് ചോദിച്ചാൽ 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പനമരം കോട്ട പിടിച്ചെടുത്തതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആയുധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോട്ട പിടിച്ചെടുത്തു കഴിഞ്ഞപ്പം ആയുധങ്ങൾ ഇവർ പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും ആർക്കറിയാം? ബ്രിട്ടീഷുകാർക്ക് അറിയാം. അപ്പോൾ ഇതിൽ നിന്നും പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? ഈ മലബാറിനെ നിരായുധീകരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എടച്ചേന കുങ്ങൻ്റെയും തലക്കൽ ചന്തുവിൻ്റെയും നേതൃത്വത്തിലാണ് നമ്മൾ പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഗൊറില്ല യുദ്ധം നടത്തിയത് വയനാടൻ കുന്നുകളിൽ വെച്ചാണ്. അപ്പോൾ പഴശ്ശിരാജ എവിടെയാണ് ഗൊറില്ല യുദ്ധതന്ത്രം ഉപയോഗിച്ചത്? വയനാടൻ കുന്നുകളിലാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരിയുടെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. TH ബേബർ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. തോമസ് ഹാർവേ ബേബർ ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ.
1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പഴശ്ശിരാജ മരണമടഞ്ഞു എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പഴശ്ശിരാജ മരണമടഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. പഴശ്ശിരാജ മരണമടഞ്ഞ സ്ഥലമാണ് മാവിലാംതോട്, വയനാട്. വയനാട്ടിലെ മാവിലാംതോട്ടിലാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായരെ പറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരനാണ്. അതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MD വാസുദേവൻ നായരും. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതയ്ക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരള മഹാകാവ്യം. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ച് കൈതയ്ക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. സർദാർ KM പണിക്കർ പഴശ്ശിരാജയുടെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചു. പഴശ്ശിയെക്കുറിച്ച് വീരകേരള സിംഹം എന്ന നോവൽ രചിച്ചത് ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ ശരിയായത് ഏത്, തെറ്റായത് ഏത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മുണ്ടക്കയം ഗോപിയാണ്. ഓക്കെ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് സർദാർ KM പണിക്കരുടെ കേരള സിംഹം. സർദാർ KM പണിക്കർ തൻ്റെ കേരള സിംഹം എന്ന നോവലിൽ പഴശ്ശിരാജയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലായിരുന്നു. പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവാത്തോട്ടം ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടിയിലാണ്. ഓക്കെ. ആദ്യത്തേതും ഏറ്റവും വലുതുമായിരുന്നു. ഇനി തോമസ് ഹാർവി ബാബർ 1805 ഡിസംബർ 31 മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിൽ പഴശ്ശിരാജയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ് ഇവിടെ പറയുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിനപ്പുറം പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിയോട് നിശ്ചിതമായ താല്പര്യം ഉണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയോടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു. ഇതാരാണ് പറഞ്ഞത്? തോമസ് ഹാർവി ബാബറാണ് പറഞ്ഞത്. ഓക്കെ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി, വയനാടാണ്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഗുഹ, മലപ്പുറം. പഴശ്ശി കോളേജ് പുൽപ്പള്ളി, വയനാട്. മട്ടന്നൂർ, കണ്ണൂർ. രണ്ടിടത്തുമുണ്ട്. പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലും വയനാട്ടിലും ഉണ്ട്, മട്ടന്നൂരുണ്ട്, അത് കണ്ണൂരാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഗുഹ, മലപ്പുറം. പഴശ്ശി കോളേജ് പുൽപ്പള്ളി, വയനാട്. മട്ടന്നൂർ, കണ്ണൂർ. അടുത്തത് നമുക്ക് അഫ്രപാളിയിലെ പഴശ്ശി, കേരളവർമ്മ പഴശ്ശിരാജ. സിനിമയിൽ റിലീസ് ചെയ്ത വർഷം 2009. സംവിധായകൻ ആരാണ്? ഹരിഹരൻ. നിർമ്മാണം ഗോകുലം ഗോപാലനാണ്. തിരക്കഥ MD വാസുദേവൻ നായരും. സംഗീതം ഇളയരാജ. ശബ്ദമിശ്രണം റസൂൽ പൂക്കട്ടി. ഇനി അഭിനേതാക്കളാണെങ്കിൽ പഴശ്ശിരാജയായിട്ട് ആരാ അഭിനയിച്ചത്? മമ്മൂട്ടി. കൈതേരി മാക്കം കനിക സുബ്രഹ്മണ്യം. ഇടച്ചേന കുങ്കൻ ശരത് കുമാർ. തലക്കൽ ചന്തുമേനോൻ മനോജ് K ജയൻ. നീലി പത്മപ്രിയ. വീരവർമ്മ തിലകൻ. കൈതേരി അമ്പു സുരേഷ് കൃഷ്ണ. അപ്പോൾ ഇത്രയാണ് പഴശ്ശിയെപ്പറ്റി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഴശ്ശിയെപ്പറ്റി പഠിച്ചതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരുന്നതാണ്. നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, പഠിക്കുക.
പഴശ്ശിരാജ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ക്ലാസ് കാണണം. കാണാൻ സമയമില്ലാത്തൊരു കേൾക്കുക. 2 തവണ കേൾക്കുമ്പം നമുക്ക് കുറച്ചൊക്കെ നമ്മൾക്ക് മൈൻഡിലിരിക്കുന്നേ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒന്നില്ലെങ്കിലും ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നെങ്കിലും ഒരു ഓർമ്മയെങ്കിലും നമുക്ക് വരും. അപ്പോൾ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും പുതുവത്സരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലിയൊക്കെ മേടിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.